ആലപ്പുഴയിലേക്കാണ്. ദേശീയപാതയിലെ വെള്ളക്കെട്ട് നീക്കാൻ നടപടി സ്വീകരിക്കാൻ മന്ത്രി പി പ്രസാദ് നിർദ്ദേശം കൊടുത്തു. വെള്ളക്കെട്ട് മൂലം ഇന്നലെ തുറവൂരിൽ 3.5 മണിക്കൂറാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തോട്ടപ്പള്ളി പൊഴി മുറിക്കാനും തീരുമാനിച്ചുവെന്ന് മന്ത്രി പി പ്രസാദ് പറയുന്നു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, പല ആളുകളും കുട്ടനാട്ടിലെ കാര്യവും ചോദിക്കുന്നുണ്ട്. കൊടയൊക്കെ പിടിച്ചോളൂ, മഴ നനയണ്ട, പറഞ്ഞോളൂ. എസ് കെ, ഇന്നലെ നമ്മൾ കുട്ടനാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചിരുന്നു. കുട്ടനാട്ടിൽ ഏതാനും ചില മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിൽ പല റോഡുകളിലേക്കും വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി. ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കൊടുത്തിരുന്നു. അത് മാറാൻ ഇനി അത്തരത്തിൽ വെള്ളം മാറാൻ ഇനി മാസങ്ങൾ തന്നെ എടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്ത ജില്ല ആലപ്പുഴ എന്നാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 105.3 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ പെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ മഴ ചേർത്തലയിലായിരുന്നു. ഇന്നലെ പ്രധാനപ്പെട്ട ജില്ലയിലെ വിഷയം അരൂർ മുതൽ കായംകുളം വരെ നടക്കുന്ന ദേശീയപാത നിർമ്മാണം, അതായത് ദേശീയപാതയുടെ 6 വരി ഒപ്പം തന്നെ ഉയരപ്പാത നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാന വെല്ലുവിളി മഴ സമയത്തുണ്ടാകുന്ന ഗതാഗത പ്രശ്നമായിരുന്നു. ഇന്നലെ നമ്മൾ കൊടുത്ത വാർത്തയുണ്ടായിരുന്നു 3.5 മണിക്കൂറോളം, അതായത് രാവിലെ 6:30 മുതൽ ഏകദേശം പകൽ 10 മണി വരെ 10:30 വരെയും ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം തുറവൂർ ചന്ദ്രൂർ മേഖലകളുണ്ടായി. അതിൻ്റെ കാരണം ഇതാണ്, അതായത് അവിടെ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ട് രൂക്ഷമായ സമയത്ത് ചേർത്തലയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരികയായിരുന്ന 2 ലോറികൾ അവിടെ കുടുങ്ങി. അങ്ങനെ ആകെ ഗതാഗതം താറുമാറായി. പകരം ഒരു സമാന്തര പാത ഉണ്ടായിരുന്ന മാക്കേൽ കടവ് അരുക്കുറ്റി റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ അവിടെ ആ വഴി പോയ ഡ്രൈവർമാർക്ക്, അതായത് KSRTC ഡ്രൈവർമാർക്കടക്കം ആ വഴി അറിയാൻ മേലാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഏകദേശം 3.5-4 മണിക്കൂറോളം സമയം അവിടെ ഗതാഗത സ്തംഭനം ഉണ്ടായത്. ഒപ്പം തന്നെ ഇത് പല സ്ഥലങ്ങളിലും, അതായത് പണി നടക്കുന്നത് 56 ഇടങ്ങളിലാണ്. ഈ 56 ഇടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. അത് കായംകുളത്തെ MSM കോളേജിന് മുൻപിൽ, ഒപ്പം തന്നെ അരൂർ ചേർത്തല മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ പറയുന്ന വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഗതാഗത ക്രമീകരണം ഒരുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ജില്ലാ പോലീസ് മേധാവിക്കാണ് ഇത്തരത്തിലുള്ള ട്രാഫിക്കിൻ്റെ ഒരു ചുമതലയുള്ളത്. പക്ഷേ ഇതിനകത്ത് വലിയ പാളിച്ച ഉണ്ടായി എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മന്ത്രി പി പ്രസാദ് വൈകിട്ട് യോഗം ചേർന്ന്, ഓൺലൈൻ വഴിയുള്ള യോഗം ചേർന്ന് എത്രയും വേഗം ആലപ്പുഴ വഴിയുള്ള ഗതാഗതത്തിൻ്റെ പ്രശ്നം മാറ്റണം. ഒപ്പം തന്നെ കുട്ടനാട്ടിലെ വെള്ളം ഒഴിവാക്കുന്നതിന് വേണ്ടി തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കാനും തീരുമാനമായിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.